അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വെർബ് പാറ്റേൺസ്, വെർബ് സ്ട്രക്ചേഴ്സ് നമ്മൾ അടുത്ത കാറ്റഗറി പഠിക്കാൻ പോവാണ്. നമ്മൾ ഇതുവരെ സബ്ജക്റ്റ് വെർബ്സ് വെർബ് പ്ലസ് ഇൻഡെഫിനിറ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗണോ അല്ലെങ്കിൽ പ്രോനൗൺ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വരിക. ആ കാറ്റഗറിയിൽ ഒരു സെൻറ്റൻസ് ഞാൻ തന്നിട്ടുണ്ട്. ദേ ഫൗണ്ട് ഇറ്റ് പ്ലേയിങ് കാർഡ്സ്. അവനെ കാർഡ്സ് കളിച്ചുകൊണ്ട് കണ്ടു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ് വരിക? ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഫൗണ്ട് എന്ന് പറയുമ്പോൾ ക്രിയ, വെർബ് എന്ന് പറയുമ്പോൾ ക്രിയയാണ്, അത് ഫൗണ്ടാണ്. ഓക്കെ. ഇന്ന് പറയുന്നത് പ്രോനൗണാണ് വരിക. ഓക്കെ, ഏതാണോ ഉള്ളത് അതാണ് എഴുതേണ്ടത്. നൗണാണെങ്കിൽ നൗൺ എഴുതാം, പ്രോനൗൺ ആണെങ്കിൽ അത് സെൻറ്റൻസ് വായിച്ച് നോക്കി മനസ്സിലാക്കി തീരുമാനിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ. ഹിം എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ING ഫോം പോകുന്നുണ്ടല്ലോ അല്ലേ? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ദേ ഫൗണ്ട് ഇൻ പ്ലേയിങ് കാർഡ്സ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആണ്, വെർബ് എന്ന് പറയുമ്പോൾ ഫൗണ്ടാണ്, ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോനൗൺ ആണ് വരുന്നത്. പ്ലേയിങ് കാർഡ്സ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത കാറ്റഗറി ഇനി വരുന്നുണ്ട്. നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗണ് പ്രോനൗണ് പ്ലസ് പ്ലെയിൻ ഇൻഫിനിറ്റീവ് എന്നാണ് ഇന്ന് അടുത്ത കേസ് വരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. ഗ്രീഷ്മ എന്ന് പറയുന്നത് എന്താ? സബ്ജക്റ്റാണ് അല്ലേ, ആളുടെ പേരാണ്. ലവ്സ് വെർബാണ്. അപ്പോൾ ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വെർബ് ഫോം ഓഫ് എൻഡിങ്, അതായത് വെർബിൻ്റെ കൂടെ ING ഫോം വെച്ച് എൻഡ് ചെയ്യുന്ന ഇതിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്ന ING ഫോം വരുന്നില്ലേ ലാസ്റ്റ്, ING ഫോം വരുന്ന ജെറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ്, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രീഷ്മ, വെർബ് എന്ന് പറയുമ്പോൾ ലവ്സ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ടീച്ചിങ്, ING ഫോം വരുന്നതുകൊണ്ട്. ഓക്കെ, ജെറണ്ട് ക്ലിയർ ആണോ? ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നാണ് പറയുക. ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ്. ഗ്രീഷ്മ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ലവ്സ് എന്ന് പറയുമ്പോൾ വെർബാണ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ING ഫോം വരുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ്ങോ പ്ലേയിങ്ങോ സിംഗിങ്ങോ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വെർബ് പാറ്റേൺസ്, വെർബ് സ്ട്രക്ചേഴ്സ് നമ്മൾ അടുത്ത കാറ്റഗറി പഠിക്കാൻ പോവാണ്. നമ്മൾ ഇതുവരെ സബ്ജക്റ്റ് വെർബ്സ് വെർബ് പ്ലസ് ഇൻഡെഫിനിറ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗണോ അല്ലെങ്കിൽ പ്രോനൗൺ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വരിക. ആ കാറ്റഗറിയിൽ ഒരു സെൻറ്റൻസ് ഞാൻ തന്നിട്ടുണ്ട്. ദേ ഫൗണ്ട് ഇറ്റ് പ്ലേയിങ് കാർഡ്സ്. അവനെ കാർഡ്സ് കളിച്ചുകൊണ്ട് കണ്ടു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ് വരിക? ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, ഫൗണ്ട് എന്ന് പറയുമ്പോൾ ക്രിയ, വെർബ് എന്ന് പറയുമ്പോൾ ക്രിയയാണ്, അത് ഫൗണ്ടാണ്. ഓക്കെ, ഇന്ന് പറയുന്നത് പ്രോനൗണാണ് വരിക. ഓക്കെ, ഏതാണോ ഉള്ളത് അതാണ് എഴുതേണ്ടത്. നൗണാണെങ്കിൽ നൗൺ എഴുതാം, പ്രോനൗൺ ആണെങ്കിൽ അത് സെൻറ്റൻസ് വായിച്ച് നോക്കി മനസ്സിലാക്കി തീരുമാനിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഹിം എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ING ഫോം പോകുന്നുണ്ടല്ലോ അല്ലേ? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ദേ ഫൗണ്ട് ഇൻ പ്ലേയിങ് കാർഡ്സ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആണ്, വെർബ് എന്ന് പറയുമ്പോൾ ഫൗണ്ടാണ്, ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോനൗൺ ആണ് വരുന്നത്. പ്ലേയിങ് കാർഡ്സ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത കാറ്റഗറി ഇനി വരുന്നുണ്ട്. നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗണ് പ്രോനൗണ് പ്ലസ് പ്ലെയിൻ ഇൻഫിനിറ്റീവ് എന്നാണ് ഇന്ന് അടുത്ത കേസ് വരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. ഗ്രീഷ്മ എന്ന് പറയുന്നത് എന്താ? സബ്ജക്റ്റാണ് അല്ലേ, ആളുടെ പേരാണ്.
ലവ്സ് വെർബാണ്. അപ്പോൾ ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, വെർബ് ഫോം ഓഫ് എൻഡിങ്. അതായത് വെർബിൻ്റെ കൂടെ ING ഫോം വെച്ച് എൻഡ് ചെയ്യുന്ന ഇതിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്ന ING ഫോം വരുന്നില്ലേ ലാസ്റ്റ്, ING ഫോം വരുന്ന ജെറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രീഷ്മ, വെർബ് എന്ന് പറയുമ്പോൾ ലവ്സ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ടീച്ചിങ്, ING ഫോം വരുന്നതുണ്ട്. ഓക്കെ, ജെറണ്ട് ക്ലിയർ ആണോ? ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നാണ് പറയുക. ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ്. ഗ്രീഷ്മ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ലവ്സ് എന്ന് പറയുമ്പോൾ വെർബാണ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ING ഫോം വരുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ്ങോ പ്ലേയിങ്ങോ സിംഗിങ്ങോ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വെർബൽ പാറ്റേൺസ്, വെർബൽ സ്ട്രക്ചേഴ്സ് നമ്മൾ അടുത്ത കാറ്റഗറി പഠിക്കാൻ പോവാണ്. നമ്മളിതുവരെ സബ്ജക്റ്റ് വെർബ്സ് വെർബ് പ്ലസ് ഇൻഡെഫിനിറ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗണോ അല്ലെങ്കിൽ പ്രോനൗൺ, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വരിക. ആ കാറ്റഗറിയിൽ ഒരു സെൻറ്റൻസ് ഞാൻ തന്നിട്ടുണ്ട്. ദേ ഫൗണ്ട് പ്ലേയിങ് കാർഡ്സ്. അവനെ കാർഡ്സ് കളിച്ചുകൊണ്ട് കണ്ടു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ് വരിക? ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഫൗണ്ട് എന്ന് പറയുമ്പോൾ ക്രിയ, വെർബ് എന്ന് പറയുമ്പോൾ ക്രിയയാണ്, അത് ഫൗണ്ടാണ്. ഓക്കെ, എന്ന് പറയുന്നത് പ്രോനൗണാണ് വരിക. ഓക്കെ, ഏതാണോ ഉള്ളത് അതാണ് എഴുതേണ്ടത്. നൗണാണെങ്കിൽ നൗൺ എഴുതാം, പ്രോനൗൺ ആണെങ്കിൽ അത് സെൻറ്റൻസ് വായിച്ച് നോക്കി മനസ്സിലാക്കി തീരുമാനിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഹിം എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ING ഫോം പോകുന്നുണ്ടല്ലോ അല്ലേ, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ദേ ഫൗണ്ട് പ്ലേയിങ് കാർഡ്സ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആണ്, വെർബ് എന്ന് പറയുമ്പോൾ ഫൗണ്ടാണ്, ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോനൗൺ ആണ് വരുന്നത്, പ്ലേയിങ് കാർഡ്സ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത കാറ്റഗറി ഇനി വരുന്നുണ്ട്. നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗൺ പ്രോനൗൺ പ്ലസ് പ്ലെയിൻ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് അടുത്ത കേസ് വരുന്നത്. ഓക്കെ, പിന്നെ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. ഗ്രീഷ്മ എന്ന് പറയുന്നത് എന്താ, സബ്ജക്റ്റാണ് അല്ലേ, ആളുടെ പേരാണ്. ലവ്സ് വെർബാണ്. അപ്പോൾ ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, വെർബ് ഫോം ഓഫ് എൻഡിങ്. അതായത് വെർബിൻ്റെ കൂടെ ING ഫോം വെച്ച് എൻഡ് ചെയ്യുന്ന ഇതിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്ന ING ഫോം വരുന്നില്ലേ ലാസ്റ്റ്, ING ഫോം വരുന്ന ജെറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രീഷ്മ, വെർബ് എന്ന് പറയുമ്പോൾ ലവ്സ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ടീച്ചിങ്, ING ഫോം വരുന്നതുണ്ട്. ഓക്കെ, ജെറണ്ട് ക്ലിയർ ആണോ? ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നാണ് പറയുക. ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ്. ഗ്രീഷ്മ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ലവ്സ് എന്ന് പറയുമ്പോൾ വെർബാണ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ING ഫോം വരുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ്ങോ പ്ലേയിങ്ങോ സിംഗിങ്ങോ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നോൺ അല്ലെങ്കിൽ പ്രോനൗൺ അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, ഈ ഒരു ഫോമോ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നോൺ ഓർ പ്രോനൗൺ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന ഫോമിൽ വരുന്നത്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ സോ ഹിം ക്രോസിങ് ദ ബ്രിഡ്ജ്. ഐ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, സോ എന്ന് പറയുമ്പോൾ വെർബാണ്, ഹിം എന്ന് പറയുമ്പം അവിടെ പ്രോനൗൺ ആണ് വരിക, നോൺ അല്ല, പ്രോനൗൺ. ക്രോസിങ് ദ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ING ഫോമൊക്കെ വരുന്നുണ്ട്. പിന്നെ വി സ്മെൽ സംതിങ് ബേണിങ്. വി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, സ്മെൽ എന്ന് പറയുമ്പോൾ വെർബാണ്, സംതിങ് എന്ന് പറയുമ്പോൾ പ്രോനൗൺ കാറ്റഗറിയിൽ എടുത്താൽ മതി. ബേണിംഗ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളായിട്ട് വരും. പിന്നെ വി നോട്ടീസ്ഡ് ദ ബോയ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. വി നോട്ടീസ്ഡ്, വി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വരും, നോട്ടീസ്ഡ് എന്ന് പറയുമ്പോൾ വെർബ് വരും, ദ ബോയ് എന്ന് പറയുമ്പോൾ അവിടെ കോമൺ നൗൺ ആണ്, പ്രോനൗൺ അല്ല, കോമൺ നൗൺ എന്നാണ് വരിക ബോയ് എന്ന് പറയുമ്പോൾ, ദ ബോയ്.
വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൽ വരും. ഓക്കെ. ഷീ കോട്ട് ഹിം ഓപ്പണിംഗ് യുവർ ലെറ്റേഴ്സ്. ഷീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, കോട്ട് എന്ന് പറയുമ്പോൾ വെർബാണ്, ഹിം എന്ന് പറയുമ്പോൾ പ്രോണൗൺ ആണ്, ഓപ്പണിംഗ് യുവർ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് വരിക. ഓക്കെ. ദേ ഫൗണ്ട് ഹിം പ്ലേയിങ് കാർഡ്സ്. ദേ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ഫൗണ്ട് എന്ന് പറയുമ്പോൾ വെർബാണ്, ഹിം എന്ന് പറയുമ്പോൾ പ്രോണൗൺ ആണ്, പ്ലേയിങ് കാർഡ്സ് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് വരിക. ഓക്കെ. ഷീ കെപ്റ്റ് ദ ഫയർ ബേണിംഗ്. ഷീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, വെർബ് എന്ന് പറയുമ്പോൾ കെപ്റ്റ് എന്ന് വരും, ദ ഫയർ എന്ന് പറയുമ്പോൾ നൗൺ എന്ന് എടുത്താൽ മതി. ഓക്കെ. ബേണിംഗ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൽ വരും. ഓക്കെ. ഇതാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നോൺ ഓർ പ്രോണൗൺ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ വരുന്ന എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ. ക്ലിയർ ആണോ? പിന്നെ അടുത്തത് നമ്മൾ ജെറണ്ടാണ് എടുക്കാൻ പോകുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട്. ഓക്കെ. ജെറണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു വെർബ് ഫോം ഓഫ് എൻഡിങ് ആണ്. അതായത് ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നുള്ളത് ടീച്ചിങ് എന്നുള്ളത് ജെറണ്ടാണ്, ING ഫോം വരുന്നുണ്ട്. അപ്പോൾ ജെറണ്ട് എന്ന് വരും. ഗ്രീഷ്മ സബ്ജക്റ്റ് ആയിരിക്കും, ലവ്സ് വെർബായിരിക്കും, ടീച്ചിങ് എന്നുള്ളത് ജെറണ്ടാണ്. ഓക്കെ. പിന്നെ അടുത്ത എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഷീ ബിഗാൻ സിംഗിങ്. ഷീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ബിഗാൻ എന്ന് പറയുമ്പോൾ വെർബാണ്, സിംഗിങ് ING ഉള്ളതുകൊണ്ട് ജെറണ്ട് എന്ന് വരും. ഹി ഹാസ് ഫിനിഷ്ഡ് ടോക്കിംഗ്. ഹി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ഹാസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ വെർബാണ്, ടോക്കിംഗ് എന്ന് പറയുമ്പോൾ ING ഉള്ളതുകൊണ്ട് ജെറണ്ടാണ് വരിക. ഓക്കെ. ഐ ഹേറ്റ് ബോറോയിങ് മണി. ഐ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ഹേറ്റ് എന്ന് പറയുമ്പോൾ വെർബാണ്, ബോറോയിങ് മണി ING ഫോം ഉണ്ടല്ലോ, ബോറോയിങ് മണി ജെറണ്ടാണ് വരിക. ഓക്കെ. യു മസ്റ്റൻ മിസ് സീയിങ് ഹിം. യു എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, മസ്റ്റൻ മിസ് എന്ന് പറയുമ്പോൾ വെർബാണ്, സീയിങ് ഹിം എന്ന് പറയുമ്പോൾ ING ഫോം ഉണ്ടല്ലോ, അപ്പോൾ എന്താണ് ജെറണ്ട്. ഓക്കെ. പിന്നെ ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ്, അത് നേരത്തെ ഞാൻ പറഞ്ഞു. മൈ ബ്രദർ എൻജോയ്സ് പ്ലേയിങ് ക്രിക്കറ്റ്. മൈ ബ്രദർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, എൻജോയ്സ് എന്ന് പറയുമ്പോൾ വെർബാണ്, പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ജെറണ്ടാണ് വരും. ഓക്കെ. ഇതൊക്കെയാണ് ഇത്. നമുക്ക് എഡ്ജക്റ്റീവ് വെച്ചിട്ട് ഒരു സംഭവം എടുക്കാനുണ്ട്, അത് പറഞ്ഞുതരാം. അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നോൺ ഓർ പ്രോണൗൺ. നമ്മൾ നേരത്തെ മറ്റേ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൻ്റെ കേസ് പറഞ്ഞ പോലത്തെ ഒരു കേസാണ് തോന്നിയിരുന്നത്. അതിലും അതിങ്ങനെ തന്നെ ഇരുന്നില്ലേ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നോൺ ഓർ പ്രോണൗൺ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നു. ഇതിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നോൺ ഓർ പ്രോണൗൺ പ്ലസ് ആഡ്ജക്റ്റീവ് എന്ന് വരിക. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വെട്ടിയിട്ട് ഒഴിവാക്കും, അതിന് പകരം അഡ്ജക്റ്റീവ് എന്നുള്ള കേസ് വരും. അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. യു ഹാവ് മെയ്ഡ് യുവർ ഷർട്ട് ഡേർട്ടി. യു എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ഹാവ് മെയ്ഡ് എന്ന് പറയുമ്പോൾ വെർബാണ്, യുവർ ഷർട്ട് എന്ന് പറയുമ്പോൾ അത് നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ കാറ്റഗറിയിലും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. ഡേർട്ടി അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. ഷർട്ടിനെ ഡേർട്ടി ആയിട്ട് വിശേഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഡേർട്ടി എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ട് വരും. ഓക്കെ. ദ ബോയ് പുഷ്ഡ് ദ ഡോർ ഓപ്പൺ. ഓക്കെ. ദ ബോയ് എന്ന് പറയുമ്പോൾ ബോയ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, വെർബ് പുഷ്ഡ്, നോൺ ഓർ പ്രോണൗൺ അല്ലെങ്കിൽ ദ ഡോർ. ഓക്കെ. അഡ്ജക്റ്റീവ് ഓപ്പൺ. ഓക്കെ. കേസ് മനസ്സിലായോ? പിന്നെ ദ തീഫ് ബ്രോക്ക് ദ ഷെൽഫ് ഓപ്പൺ. ദ തീഫ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ബ്രോക്ക് എന്ന് പറയുമ്പോൾ വെർബാണ്, ദ സേഫ് എന്ന് പറയുമ്പോൾ പ്രോണൗൺ നോൺ കാറ്റഗറിയിൽ വരും, ആഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഓപ്പൺ എന്ന് വരും. ഷീ വാഷ്ഡ് ദ പ്ലേറ്റ്സ് ക്ലീൻ. ഷീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, വാഷ്ഡ് എന്ന് പറയുമ്പോൾ വെർബാണ്, ആഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ക്ലീൻ എന്ന് വരിക, നോണോ പ്രോണൗണ് പ്ലേറ്റ് അല്ലേ, നോണോ പ്രോണൗൺ പ്ലേറ്റ് ആണ്. ക്ലീൻ എന്ന് പറയുമ്പോൾ ആഡ്ജക്റ്റീവ് ആണ്, ആ പ്ലേറ്റിനെ ഒന്ന് വിശേഷിപ്പിച്ച് എടുത്തു, അവൾ ക്ലീൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലീൻ എന്ന് പറയുമ്പോൾ ആഡ്ജക്റ്റീവായിട്ട് വരും. ഓക്കെ. സെൻറ്റൻസ് മനസ്സിലായോ?